നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 16 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ 7 പേരെ ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റുള്ള 6 പേർക്കായി തിരച്ചിൽ ഊർജിതം. പഞ്ചായത്ത് തലങ്ങളിൽ BMS പദയാത്ര നടത്തും. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ തൊഴിലാളി മുന്നേറ്റം എന്ന മുദ്രാവാക്യവുമായാണ് പദയാത്ര. ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് തുടങ്ങി. തൃക്കരിപ്പൂർ നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് ടർഫിലാണ് മത്സരങ്ങൾ. AKPA സ്ഥാപക ദിനം. ഫോട്ടോഗ്രാഫി അനുബന്ധ മേഖലയിൽ 40 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന അംഗങ്ങളെ ആദരിച്ചു. KSSPA നേതൃത്വത്തിൽ വരവേൽപ്പും അനുമോദന പരിപാടിയും സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് PP കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. സാവിത്രി കോട്ടവളപ്പിനുള്ള പുതിയ വീടായ അമ്മ ഭവന്റെ താക്കോൽദാനം നടന്നു. അമ്മ ഭാരത് ചാരിറ്റി ഫൗണ്ടേഷനാണ് വീട് നിർമ്മിച്ച് നൽകിയത്. അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. മൊഗ്രാൽ ദേശീയവേദി സെമിനാർ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. 16 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ 7 പേരെ ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തു. 14 പേർ ഉൾപ്പെട്ട സംഭവത്തിലെ ബാക്കിയുള്ള 6 പേർക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. ചന്ദേര സ്റ്റേഷൻ പരിധിയിലെ 16 വയസ്സുകാരനെ ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ടാണ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ പീഡിപ്പിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. സംഭവത്തിൽ 8 കേസുകളാണ് കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്റ്റേഷൻ പരിധികളിലായി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത് ഉൾപ്പെടെ 5 പോലീസ് ഇൻസ്പെക്ടർമാർ ചേർന്നുള്ള സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കുട്ടിയുടെ വീട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം ഒരാൾ ഇറങ്ങിയോടുന്നത് കണ്ട വീട്ടുകാർ നൽകിയ പരാതിയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ചൈൽഡ് ലൈൻ വഴി നടത്തിയ നീക്കത്തിലാണ് പ്രമുഖരുൾപ്പെടെ നിരവധി പേർ പീഡന സംഭവത്തിലുണ്ടെന്ന് തിരിച്ചറിയുന്നത്. മറ്റൊരു സംഭവത്തിൽ വിദ്യാർത്ഥിയുടെ മൊബൈൽ പരിശോധിച്ചതാണ് കുട്ടിക്ക് ഉന്നതരുമായുള്ള ബന്ധം കണ്ടെത്തുവാൻ ഇടയാക്കിയത്. മൊബൈൽ ആപ്പ് വഴി പരിചയപ്പെടുന്നവരിൽ നിന്നും ഗൂഗിൾ പേ വഴി പണമിടപാട് നടത്തിയ വിവരങ്ങൾ ശേഖരിച്ചാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. 14 കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. കാസർഗോഡ് ജില്ലയിലെ ഒരു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും പ്രമുഖ കായിക പരിശീലകനും ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും രാഷ്ട്രീയ നേതാക്കളും ചില നേതാക്കളുടെ ബന്ധുക്കളും 14 പേരുള്ള സംഘത്തിൽ ഉൾപ്പെടുന്നുണ്ട്. വെള്ളച്ചാൽ സ്വദേശി സുകേഷ്, പടന്ന സ്വദേശി സൈനുദ്ദീൻ, തൃക്കരിപ്പൂർ വടക്കേക്കോവലിലെ റയീസ്, വളുവക്കാട്ടെ അബ്ദുൽ റഹ്മാൻ ഹാജി, ചന്ദേരയിലെ അഫ്സൽ, പിലിക്കോട്ടെ ചിത്രരാജ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തൃക്കരിപ്പൂർ വടക്കുംപാട് സ്വദേശി സിറാജുദ്ദീൻ മുൻകൂർ ജാമ്യം തേടുന്നതായാണ് വിവരം. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെയും ചീമേനി സ്റ്റേഷൻ പരിധിയിലെയും തൃക്കരിപ്പൂർ, പിലിക്കോട് പഞ്ചായത്തുകളിൽപ്പെട്ട 6 പേരെയാണ് തിങ്കളാഴ്ച രാത്രി വൈകിയും ചൊവ്വാഴ്ച രാവിലെയുമായി അറസ്റ്റ് ചെയ്തത്. കാസർഗോഡിന് പുറമെ കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലുള്ളവരും കേസുകളിലുണ്ട്. കേസുകളിൽ ഉൾപ്പെട്ടവരെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ തൊഴിലാളി മുന്നേറ്റം എന്ന മുദ്രാവാക്യവുമായി പഞ്ചായത്ത് തലങ്ങളിൽ BMS പദയാത്ര നടത്തും. പ്രക്ഷോഭ പരിപാടികളുടെ 1ാം ഘട്ടം എന്ന നിലയിൽ ബുധനാഴ്ച മുതൽ ഒക്ടോബർ 14 വരെയാണ് പദയാത്രയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിലക്കയറ്റം തടയുക, ക്ഷേമനിധി ക്ഷേമ പെൻഷൻ 6000 രൂപയാക്കി കൂട്ടുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലതാമസം കൂടാതെ വിതരണം ചെയ്യുക, മണൽവാരൽ പുനരാരംഭിക്കുക, ചുമട്ടുതൊഴിലാളികളുടെ ജോലിയും കൂലിയും സംരക്ഷിക്കുക, സ്കീം വർക്കേഴ്സിനെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പദയാത്ര നടത്തുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൊഴിലാളി വർഗത്തിൻ്റെ പേരിൽ തുടർ ഭരണത്തിലേറിയ ഇടതു സർക്കാർ കേരളത്തിന് ബാധ്യതയായി മാറിയെന്നും ദേശീയതലത്തിൽ അനുഭവപ്പെടുന്നതിൻ്റെ 5 മടങ്ങാണ് കേരളത്തിൽ നിത്യോപയോഗ സാധനങ്ങൾക്കുള്ള വിലക്കയറ്റമെന്നും ക്ഷേമനിധി ക്ഷേമ പെൻഷനുകൾ കൃത്യമായി വിതരണം ചെയ്യുകയോ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകുകയോ ചെയ്യുന്നില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഏറ്റവുമധികം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന നിർമ്മാണ മേഖല സ്തംഭനാവസ്ഥയിലാണ്. പരമ്പരാഗത തൊഴിൽ മേഖലകളും ചുമട്ടുതൊഴിലാളികളും പ്രതിസന്ധിയിലാണെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. വരുന്ന സെപ്റ്റംബർ 17-ാം തീയതി 8 മേഖലകളിൽ 8 പരിപാടിയായി ആദ്യത്തെ പരിപാടി എന്നുള്ള രീതിയിൽ വിശ്വകർമ്മ ജയന്തിയിലന്ന് നമ്മൾ നടക്കുകയാണ്. 38ഓളം മർമ്മപ്രധാനമായിട്ടുള്ള ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിക്കുന്നുണ്ട്. വിലക്കയറ്റം തടയുക എന്നുള്ളത് ഇന്നിപ്പോൾ
ദേശീയ ശരാശരി വിലക്കയറ്റത്തിനെ നോക്കുമ്പോൾ 3%. പക്ഷേ കേരളത്തിലത് 9.9% വിലക്കയറ്റം ഇന്ന് കേരളത്തിലാണ്. നാളികേരം ഇന്നിപ്പോൾ നമുക്കറിയാം, തേങ്ങയുടെ വില, അതുപോലെ വെളിച്ചെണ്ണയുടെ വില, അരിയുടെ വില, പച്ചക്കറി സാധനങ്ങളുടെ വില, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇന്ന് കേരളം മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അതേപോലെ നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, അതുപോലെ ക്ഷേമനിധി പെൻഷൻ, ഇതൊക്കെ തന്നെ 1600 രൂപയാണ്. അത് ചുരുങ്ങിയത് 6000 രൂപയെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ്. ഇത് ഇവിടുത്തെ തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഭാരതീയ മസൂർ സംഘം ഇങ്ങനെ ഒരു സമരം നടത്തേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ഇതൊരു വലിയ ദൗത്യമായി നമ്മൾ ഏറ്റെടുക്കുന്നു. BMS ജില്ലാ സെക്രട്ടറി KV ബാബു, ജില്ലാ പ്രസിഡന്റ് ഉപേന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഗീത ബാലകൃഷ്ണൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ദിനേശ് ബംബ്രാണ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് തുടങ്ങി. തൃക്കരിപ്പൂർ നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് ടർഫിൽ മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോളർ M. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ ഉപജില്ലയിലെ 11 സ്കൂൾ ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കുന്നത്. ചൊവ്വാഴ്ച പ്രാഥമിക റൗണ്ടും ക്വാർട്ടർ സെമി ഫൈനൽ മത്സരങ്ങളുമാണ് നടന്നത്. നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് ടർഫിൽ മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോളർ M. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷൻ ട്രഷറർ TM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ സെക്രട്ടറി P. മോഹനൻ, P. പ്രസീന, K. ശ്രീജ, PV പ്രീത, K. ജയജിത്ത്, മുസ്തഫ കല്ലിങ്കൽ, P. സായി പ്രസാദ് എന്നിവർ സംസാരിച്ചു. ബുധനാഴ്ച രാവിലെ 8 മണിക്ക് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരം നടക്കും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ ഫോട്ടോഗ്രാഫി അനുബന്ധ മേഖലയിൽ 40 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന അംഗങ്ങളെ ആദരിച്ചു. സെപ്റ്റംബർ 14 AKPA സ്ഥാപക ദിനത്തോടനുബന്ധിച്ചാണ് ആദരവ് നൽകിയത്. ഓൾ കേരള ഫോട്ടോഗ്രാഫർ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 14 AKPA സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ജില്ലയിലെ ഫോട്ടോഗ്രാഫി അനുബന്ധ മേഖലയിൽ 40 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന അംഗങ്ങളെ ആദരിച്ചു. AKPA ഭവനിൽ വെച്ച് നടന്ന ചടങ്ങ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് KV കുമാരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഈ സിൽവർ നൈട്രേറ്റ് സാധനം ഉപയോഗിച്ചിട്ട് ഒരു പരീക്ഷ നടത്തുമ്പോൾ അതിൽ വെളിച്ചം പതിയുമ്പോൾ വെളിച്ചത്തിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുള്ള കാര്യമാണ് കണ്ടെത്തി. അപ്പോൾ ഒരു ഐഡിയ, ഈ ഒരു ഗ്ലാസ്സിൽ ഇത് പതിച്ചിട്ട് ഈ പ്രകാശം നിയന്ത്രിച്ചതിലേക്ക് കടത്തുകയാണെങ്കിൽ അത് ഉപകാരം ചെയ്യുന്നതെന്ന് തോന്നൽ. അങ്ങനെ ഫോട്ടോഗ്രാഫി മേഖലയിൽ 40 വർഷം കഴിഞ്ഞവരെ കുമാരൻ മാസ്റ്റർ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് സുഗുണൻ ഇരിയ അധ്യക്ഷത വഹിച്ചു. AKPA സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന് മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ വേണു VV, അനൂപ് ചന്ദേര, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുധീർ K, ജില്ലാ വെൽഫെയർ ചെയർമാൻ ഷെരീഫ് ഫ്രെയിം ആർട്ട് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി രാജേന്ദ്രൻ VN സ്വാഗതവും ട്രഷറർ പ്രജിത്ത് NK നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KSEB എഞ്ചിനീയേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ എഞ്ചിനീയറിംഗ് ഡേ ആഘോഷവും ഡോക്ടർ APJ അബ്ദുൽ കലാം ഡിസ്ട്രിക്ട് ലെവൽ എനർജി ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ RK മാളിൽ സംഘടിപ്പിച്ച പരിപാടി കാസർഗോഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ശ്രീജ TK ഉദ്ഘാടനം ചെയ്തു. KSEB എഞ്ചിനീയേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ എഞ്ചിനീയേഴ്സ് ഡേ സെലിബ്രേഷനും ഡോക്ടർ APJ അബ്ദുൽ കലാം ഡിസ്ട്രിക്ട് ലെവൽ എനർജി ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. ഓണസദ്യയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം ഡിസ്ട്രിക്ട് ലെവൽ എനർജി ക്വിസ് കോമ്പറ്റീഷൻ നടന്നു. ക്വിസ് മാസ്റ്ററായി സഹീറ മാഹിൻ മത്സരം നിയന്ത്രിച്ചു.
തുടർന്ന് എഞ്ചിനീയേഴ്സ് ഡേ ആഘോഷം നടന്നു. കാസർഗോഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ശ്രീജ TK ഉദ്ഘാടനം ചെയ്തു. വയറിംഗ് ചെയ്തവരിൽ കറണ്ട് കൊടുക്കുന്ന ആളിൽ എല്ലാം നമുക്ക് ഓർമ്മ വരും. പക്ഷെ അവരെയാണ് ഏറ്റവും അവസാനം നമ്മൾ കണക്കാക്കുന്നത്. പക്ഷെ ഇവരില്ലെങ്കിലോ പിന്നീട് അങ്ങോട്ടുള്ള ഓരോ നിമിഷവും നമ്മളെ ഇരിക്കില്ല, നമുക്ക് ഒരു റൂമിൽ പോലും ഇരിക്കാൻ കഴിയില്ല. അതായത് നമ്മളുടെ തലച്ചോറ്, ദേഹം എല്ലാത്തിനും എന്ത് വേണം? ബ്ലഡിലൂടെ ഓക്സിജൻ വരണം. അതുപോലെയാണ് ഇലക്ട്രിസിറ്റി. യൂണിറ്റ് ചെയർമാൻ നാഗരാജ ഭട്ട് K, അസോസിയേഷൻ ഓർഗനൈസിംഗ് സെക്രട്ടറി സജിത് കുമാർ M എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സരിത് ദിവാകർ ഈ വർഷത്തെ എഞ്ചിനീയറിംഗ് ഡേ തീമിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി അബ്ദുൽ ഖാദർ CH സ്വാഗതവും യൂണിറ്റ് ട്രഷറർ സുബിലാഷ് കുമാർ K നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KSSPA കാസർഗോഡ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വരവേൽപ്പും അനുമോദന പരിപാടിയും സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് PP കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ KSSPA കാസർഗോഡ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വരവേൽപ്പും അനുമോദന പരിപാടിയും സംഘടിപ്പിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ വനിതാ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി KSSPA ജില്ലാ പ്രസിഡന്റ് PP കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. 60 കൊല്ലം കോൺഗ്രസ് ഭരിച്ച നേട്ടം തന്നെ സംശുദ്ധ കാഴ്ചപ്പെട്ടത്. ആ നേട്ടം തന്നെയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ന് തലവട്ട് നിൽക്കുന്നത്. സംശുദ്ധ കാഴ്ചപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ വ്യക്തമായി അറിയാവുന്ന ആൾക്കാരുടെ മുമ്പിൽ ഇരിക്കുന്നത് മനസ്സിലായില്ലേ? ഏതായാലും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ നമുക്കൊരു ചൂണ്ടുപലകയാണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ അത്തരം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ തയ്യാറായിരിക്കണം. ചടങ്ങിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് MK ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ ബാബു മണിയങ്ങാനം അനുമോദന പ്രസംഗം നടത്തി. നേതാക്കളായ P ശശിധരൻ, പുരുഷോത്തമൻ കാടകം, ജയലക്ഷ്മി, ശ്രീനിവാസൻ, യൂസഫ് കൊട്ടിയാടി, A ശോഭന, ശ്രീധരൻ, P നാരായണൻ എന്നിവർ സംസാരിച്ചു. KSSPA നിയോജക മണ്ഡലം സെക്രട്ടറി സീതാരാമ മല്ലം സ്വാഗതവും ഉഷ അർജുനൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അമ്മ ഭാരത് ചാരിറ്റി ഫൗണ്ടേഷന്റെ സാവിത്രി കോട്ടവളപ്പിനുള്ള പുതിയ വീടായ അമ്മ ഭവന്റെ ഗൃഹപ്രവേശനവും താക്കോൽദാനവും പ്രൗഢമായ ചടങ്ങിൽ നടന്നു. എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമിജി താക്കോൽദാനം നിർവഹിച്ചു. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലെ കോട്ടവളപ്പിൽ സാവിത്രിക്ക് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് ലഭിക്കുമെന്ന് അറിയിച്ചതു പ്രകാരം ഉണ്ടായിരുന്ന കുടിൽ പൊളിച്ചതിന് ശേഷം പഞ്ചായത്തുമായി ബന്ധപ്പെട്ടപ്പോൾ പേര് മാറിയതാണെന്നും വീടില്ല എന്നും അധികൃതർ പറഞ്ഞ സംഭവമുണ്ടായിരുന്നു. തുടർന്ന് സാവിത്രി രേഖകൾ തിരിച്ചു ചോദിച്ചപ്പോൾ ഓഫീസ് മുറിയിൽ പൂട്ടിയിട്ടതായുള്ള പരാതി ഉയർന്നത് ഏറെ വിവാദമായിരുന്നു. അന്ന് സാവിത്രിയുടെ ദുരിതാവസ്ഥയും നിസ്സഹായാവസ്ഥയും മനസ്സിലാക്കി അമ്മ ഭാരത് ചാരിറ്റി ഫൗണ്ടേഷൻ വീട് നിർമ്മിച്ചു നൽകുമെന്ന് ഉറപ്പ് നൽകി. ആ ഉറപ്പാണ് ഇപ്പോൾ പാലിക്കപ്പെട്ടിരിക്കുന്നത്. അമ്മ ഭവൻ എന്ന പേരിലുള്ള ഭവനത്തിൻ്റെ ഗൃഹപ്രവേശനവും താക്കോൽദാനവും പ്രൗഢമായ ചടങ്ങിൽ നടന്നു. എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമിജികൾ ദീപപ്രജ്വലനവും താക്കോൽദാനവും നിർവഹിച്ചു. അമ്മ ഭാരത് ചാരിറ്റി ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി, രാജൻ പെരിയ, അർജുനൻ തായ്ലങ്ങാടി, സുനിൽ S, K ഗോപാലകൃഷ്ണ, റാഫി എരിയാൽ, PC വിശ്വംഭരൻ പണിക്കർ, SP ഷാജി, MT ദിനേശ്, ഗണേഷ് A, ഗിരീഷ് കുന്നുമ്മൽ, പത്മനാഭൻ എന്നിവർ സാവിത്രിക്ക് ആശംസകളും ട്രസ്റ്റിന് അഭിനന്ദനങ്ങളും അറിയിച്ചു. അമ്മ ഭാരത് ചാരിറ്റി ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി ഗണേശ മാവിനകട്ട സ്വാഗതവും അമ്മ ഭവന നിർമ്മാണ കമ്മിറ്റി കൺവീനറും മൊഗ്രാൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ പ്രമീള മച്ചൽ നന്ദിയും പറഞ്ഞു. ചടങ്ങിൻ്റെ ഭാഗമായി സദ്യയും ഒരുക്കിയിരുന്നു. സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരുടെയും വിവിധ സംഘടനാ പ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സംഘടനാ പ്രവർത്തകരുടെയും ആത്മീയ നേതാക്കളുടെയുമെല്ലാം സാന്നിധ്യം പരിപാടിയെ ഒരു നാടിൻ്റെ ഉത്സവം തന്നെയാക്കി മാറ്റി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കോലായും കിംസ് ഹോസ്പിറ്റൽ കാസർഗോഡും സംയുക്തമായി സംഘടിപ്പിച്ച ഓണാഘോഷം വർണ്ണാഭമായ പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി. ചെർക്കള വിൻവാലി റിസോർട്ടിൽ നടന്ന ആഘോഷ പരിപാടികൾ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി P ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. കോലായും കിംസ് ഹോസ്പിറ്റൽ കാസർഗോഡും സംയുക്തമായി വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. ചെർക്കള വിൻവാലി റിസോർട്ടിൽ നടന്ന ആഘോഷ പരിപാടികൾ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി P ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു.
ദപ്പുമുട്ടി പിഞ്ചു കുഞ്ഞുങ്ങളിങ്ങനെ യാത്രയായി പോകുമ്പോൾ പുലിക്കളിയുമായി ഓണത്തിൻ്റെ വേഷമിട്ട് സ്ത്രീകളിങ്ങനെ അവരെ സ്വീകരിക്കുന്ന താളമേളങ്ങളോടെ സ്വീകരിക്കുന്ന കാഴ്ച നാം കാണുകയുണ്ടായി. അതേപോലെ തന്നെ തിരിച്ചും ഈ ചെണ്ടമേളത്തോടെ പുലിക്കളിയെ പള്ളിയിലെ അവിടുത്തെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും പള്ളിയിൽ നിന്നിറങ്ങി അവർ സ്വീകരിച്ച് നാരങ്ങാവെള്ളം കൊടുക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ കൈമാറ്റം നാം കണ്ടതാണ്. ഈ പറയുന്ന ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിലേക്കാണ് ഇത്തരത്തിലുള്ള വികാരത്തിൻ്റെ തീക്കോരി ഇടുന്ന ഈ സമൂഹത്തെ കാണണമെന്നും നമുക്കെല്ലാവർക്കും എല്ലാ ദിവസവും ഓണമായിരിക്കട്ടെ. കാസർഗോഡ് മുനിസിപ്പൽ കൗൺസിലർ KM ഹനീഫ്, വ്യവസായി P അച്ചു, BM സാദിഖ്, അസ്മാസ് അഹമ്മദ് ആജി, പട്ലാസി മുഹമ്മദ് കുഞ്ഞി ഹാജി ചെർക്കള, അമാനുല്ല മൗലവി ബുക്സ്, കാസർഗോഡ് മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് TP ഇല്യാസ്, ഖാദർ ബിഗ് സെയിൽ, BRQ മുസ്തഫ, BM റഷീദ്, പൂന ഓട്ടോ വർക്ക്ഷോപ്പ്, ഹനീഫ് തുരുത്തി, സിദ്ദിഖ് ചേരങ്കൈ, അഷ്റഫ് ബെദിര, ഹസൈനാർ തോട്ടുംഭാഗം, ഇബ്രാഹിം ബാങ്കോട്, കരീം ചൗക്കി, CL ഹമീദ്, P കൃഷ്ണഭട്ട്, ഡോക്ടർ സത്താർ, സ്കാനിയ ബെദിര, ആമു സിറ്റി, സുലേഖ മാഹിൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കിംസ് ഹോസ്പിറ്റലും എക്സിക്യൂട്ടീവ് കാർസും ബിന്ദു ജ്വല്ലറിയും നാമൻസ് മോട്ടോഴ്സും ബിഗ് സെയിലും BRQവും പൂന വർക്ക്ഷോപ്പും മൗലവിയും മിസ്ബാഹ് അൽ മദീനയും പരിപാടിയുടെ പ്രധാന പ്രായോജകരായി. ചെർക്കള മാർത്തോമ വിദ്യാർത്ഥികളും അക്കര ഫൗണ്ടേഷനിലെ കുട്ടികളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. സമൂഹത്തിന് വഴിവിളക്കുകളായി നിൽക്കുന്ന ഡോക്ടർ P കൃഷ്ണഭട്ട്, സത്താർ തളങ്കര, അണ്ണയ്യ, മറിയുമ്മ പെരുമ്പള എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഉപഹാരം ഏറ്റുവാങ്ങാൻ വേണ്ടി അണ്ണയ്യയുടെ മറ്റൊരു അണ്ണയ്യ ചെരുപ്പ് തുന്നുന്ന അതിന്റെ പണിപ്പുരയിലാണ്. ഒരുപക്ഷെ ഇന്ന് ഈ കാസർഗോഡ് മേഖലയിൽ ഡോക്ടർ സത്താറിന്റെ പുസ്തകങ്ങൾ ഏറെ വായിക്കപ്പെടില്ലായിരിക്കാം. പക്ഷെ ഇനി ഒരു കാലം വരുന്നുണ്ട്, ബെയ്ത്ത് സോപ്പായിരിക്കും നമ്മുടെ ആരോഗ്യ രംഗത്ത് കിടക്കുന്നത്. അഭിമാനപ്പെട്ട് കയ്യിൽ വെച്ചോ. മറിയമ്മയാണ്. മറിയമ്മയുള്ള ഈ ഉപഹാരം നൽകാൻ വേണ്ടി ഹനീഫ് തുരുത്തിയെ ക്ഷണിച്ചോളൂ. കോലായി അംഗങ്ങളുടെ ലൈവ് ഗാനമേളയും വിവിധ ഓണ പരിപാടികളും ആഘോഷത്തിന് മാറ്റുകൂട്ടി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അന്താരാഷ്ട്ര ജനാധിപത്യ ദിനത്തിൽ മൊഗ്രാൽ ദേശീയവേദി സെമിനാർ സംഘടിപ്പിച്ചു. തിരസ്കരിക്കപ്പെടുന്ന ജനാധിപത്യം എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. അന്താരാഷ്ട്ര ജനാധിപത്യ ദിനത്തിൽ മൊഗ്രാൽ ദേശീയവേദി തിരസ്കരിക്കപ്പെടുന്ന ജനാധിപത്യം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. സൂരജ് മേലത്ത് വിഷയാവതരണം നടത്തി. ശക്തമായ ഭരണഘടന നിലവിലുണ്ടായിട്ടും ജനാധിപത്യത്തിൽ പൗരന്മാർക്ക് തുല്യ പരിഗണന എന്നത് യാഥാർത്ഥ്യമാകുന്നില്ലെന്ന് സൂരജ് മേലത്ത് പറഞ്ഞു. സ്ത്രീകളടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ രണ്ടാം കിട പൗരന്മാരായി അരികുവൽക്കരിക്കപ്പെടുകയും അവരുടെ അവകാശങ്ങളെ നിഷേധിക്കുകയും ചെയ്യുന്നു. ഇത്തരം പ്രതിസന്ധികളെ നേരിടുന്നതിന് ജനാധിപത്യപരമായ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും സൂരജ് മേലത്ത് കൂട്ടിച്ചേർത്തു. പ്രശസ്ത മോട്ടിവേറ്റർ P മുഹമ്മദ് നിസാർ മോഡറേറ്ററായിരുന്നു. മൊഗ്രാൽ ദേശീയവേദി പ്രസിഡന്റ് TK അൻവർ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ M മാഹിൻ, AM സിദ്ദിഖ് റഹ്മാൻ, TK ജാഫർ, BA മുഹമ്മദ് കുഞ്ഞി, റിയാസ് കരീം, അഷ്റഫ് പെർവാഡ്, മുർഷിദ് മൊഗ്രാൽ, CM ഹംസ, HM കരീം, വിജയകുമാർ എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് അബ്കോ, MGA റഹ്മാൻ, അഷ്റഫ് സാഹിബ്, ഖാദർ മൊഗ്രാൽ, ഗഫൂർ ലണ്ടൻ, ഹമീദ് പെർവാഡ്, TPA റഹ്മാൻ, സുബൈർ BM, അനീസ് കൊട്ട, TA ജലാൽ, മൊയ്തീൻ കുഞ്ഞി കിസൈസ്, വിശ്വനാഥൻ, MPA ഖാദർ, കലീൽ കടവത്ത്, ജാസിൽ ജാഫർ, ഹസൻ, സിദ്ദിഖ് സ്ട്രിക് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. TK അൻവർ ജനാധിപത്യ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇന്ത്യൻ ഭരണഘടനയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നമ്മുടെ ജനാധിപത്യ പാരമ്പര്യങ്ങളും സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകളും
സംരക്ഷിക്കുന്നതിന് ഞാൻ സദാ പ്രവർത്തിക്കും. ജാതി, മതം, ഭാഷ, ലിംഗം, വർഗം, വർണ്ണം തുടങ്ങിയവയുടെ പേരിൽ ഒരു തരത്തിലുള്ള വിവേചനത്തിനും ഞാൻ കൂട്ടുനിൽക്കില്ല. ജനറൽ സെക്രട്ടറി എം.എ. മൂസ സ്വാഗതവും ട്രഷറർ പി.എം. മുഹമ്മദ് കുഞ്ഞി ടൈൽസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ചെർക്കള ഗവൺമെന്റ് സ്കൂളിൽ വായനോത്സവം സംഘടിപ്പിച്ചു. പ്രമുഖ എഴുത്തുകാരനും ശ്വാസകോശ രോഗ വിദഗ്ധനുമായ ഡോക്ടർ അബ്ദുൽ സത്താർ ഉദ്ഘാടനം ചെയ്തു. ചെർക്കള ഗവൺമെന്റ് സ്കൂളിൽ സംഘടിപ്പിച്ച വായനോത്സവം ശ്രദ്ധേയമായി. കാസർഗോഡ് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രമുഖ എഴുത്തുകാരനും ശ്വാസകോശ രോഗ വിദഗ്ധനുമായ ഡോക്ടർ അബ്ദുൽ സത്താർ ഉദ്ഘാടനം നിർവഹിച്ചു. സന്തോഷിപ്പിക്കുന്നു. അതിനുപയോഗിക്കാവുന്ന വാക്ക് എക്ടസിയാണ്. ആഹ്ലാദത്തിൻ്റെ അങ്ങേയറ്റമുണ്ടാകും. ഓരോ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ വായന നമുക്ക് അറിയുന്നത് നമ്മൾ പരിഷ്കരിക്കും, സംസ്കാര സമ്പന്നമാണ്. ഇപ്പോൾ സാർ പറഞ്ഞ വാക്കുകൾ തന്നെ ഉണ്ട്. വായിച്ചാൽ വളരും, വായിച്ചത് വളയും. അപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടേ ഇരിക്കുക. ജ്ഞാനിയാക്കി നമ്മൾ വായന, അല്ലെങ്കിൽ നമ്മളെ സംസ്കാര സമ്പന്നനാക്കണമെങ്കിൽ വായന വേണം. അതിന് ഈ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സ്തുത്യർഹമാണ്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ശ്യാമളാദേവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് എ.കെ. ശശിധരൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രവീന്ദ്രൻ കെ, രാജൻ കെ, ജില്ലാ കൗൺസിൽ അംഗം ടി.കെ. രാജശേഖരൻ, ജ്യോതികുമാരി ടീച്ചർ, താലൂക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ രാഘവൻ വലിയ വീട്, ഇ. പ്രഭാകരൻ, എസ്.വി. അശോക് കുമാർ, പി.വി. രാജേഷ് എന്നിവർ സംസാരിച്ചു. താലൂക്ക് സെക്രട്ടറി പി. ദാമോദരൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി കെ.വി. സജേഷ് നന്ദിയും പറഞ്ഞു. താലൂക്കിലെ വിവിധ സ്കൂളുകളിൽ നിന്നും ലൈബ്രറികളിൽ നിന്നുമായി 200-ലധികം മത്സരാർത്ഥികൾ വായനോത്സവത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചൗക്കി ആർച്ചാൽ മെഹ്റ മസ്ജിദ് മീലാദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിളംബര ജാഥ നടത്തി. നിരവധി പേർ ജാഥയിൽ പങ്കെടുത്തു. ചൗക്കി ആർജാൽ മെഹ്റ മസ്ജിദ് മീലാദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി വിളംബര ജാഥ നടത്തി. ചൗക്കി നൂറുൽ ഹുദ ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദു കാവുഗോളി, മെഹ്റ മസ്ജിദ് ഇമാം റിഫായ് അമാനി, മെഹ്റ മസ്ജിദ് ജനറൽ സെക്രട്ടറി ബഷീർ മൂപ്പ, ട്രഷറർ റിയാസ്, വൈസ് പ്രസിഡന്റ് സത്താർ അർജാൽ, അയൂബ് കാസിം, മീലാദ് കമ്മിറ്റി ചെയർമാൻ മൂസ ബാസിദ്, നൌഫൽ തായൽ, അനസ് അർജാൽ, ഖലീൽ, സിദ്ദിഖ് അർജാൽ, നൌഫൽ അർജാൽ, അനസ്, നവാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കൊല്ലൂർ ആസ്ഥാനമായുള്ള മഹാകവി കുട്ടമത്ത് സാംസ്കൃതിക കേന്ദ്രത്തിൻ്റെ ഈ വർഷത്തെ പൂമാലിക പുരസ്കാരത്തിന് പ്രമുഖ പൂരക്കളി മറത്തുകളി പണ്ഡിതൻ അണ്ടോൾ ഒ.വി. രത്നാകരൻ പണിക്കർ അർഹനായി. കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ സെപ്റ്റംബർ 22-ന് നവരാത്രി ആരംഭ ദിനത്തിൽ രാവിലെ നടക്കുന്ന ചടങ്ങ് കേരള തുറമുഖ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. ജനനീയം മായാമയീ ചിന്മയീ നിത്യാനിത്യ പദാർത്ഥ ബോധവിദുഷാം ബ്രഹ്മസ്വരൂപാജയാ യസ്യാ തീപ്തിലവേന ഭാതി ഭഗവൻ. കുട്ടമത്ത് സാംസ്കൃതിക കേന്ദ്രത്തിൻ്റെ പൂമാലിക പുരസ്കാരം കോഴിക്കോട് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ.എൻ. കുറുപ്പ് കൊല്ലൂർ മൂകാംബിക സന്നിധിയിൽ നടക്കുന്ന ചടങ്ങിൽ രത്നാകരൻ പണിക്കർക്ക് സമർപ്പിക്കും. പൂരക്കളി മറത്തുകളി രംഗത്ത് സജീവമായതിൻ്റെ സുവർണ ജൂബിലി വർഷത്തിൽ ലഭിച്ച പുരസ്കാരത്തിൻ്റെ ആഹ്ലാദത്തിലാണ് കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ അണ്ടോൾ രത്നാകരൻ പണിക്കർ. 1973 നീലേശ്വരം നാഗച്ചേരി ഭഗവതി ക്ഷേത്രത്തിലാണ് പൂരമാക്ക് തുടക്കം കുറിച്ചത്. അണ്ടോൾ ബാലകൃഷ്ണ പണിക്കരുടെ ശിക്ഷണത്തിലാണ് പൂരക്കളി മറത്തുകളി രംഗത്തേക്ക് കടന്നു വന്നത്.
1984 ചന്ദേര ചെമ്പിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുമാണ് പട്ടും വളയും ലഭിച്ചത്. 1997 കുഞ്ഞിമംഗലം അണീക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പൂരക്കളി പണിക്കർമാർക്ക് ലഭിക്കുന്ന പരമോന്നത ബഹുമതിയായ വീരശൃംഖല നൽകി ആദരിച്ചു. ഈ വർഷത്തെ 2025 പൂമാലിക പുരസ്കാരം ഇത്രയും വർഷമായി പൂരക്കളി മറത്തുകളി രംഗത്ത് പ്രവർത്തിക്കുന്ന എനിക്ക് എൻ്റെ ഈ പൂരക്കളി തുടങ്ങിയിട്ട് 2025 50 വർഷം പൂർത്തീകരിക്കുകയാണ്. ഈ പൂർത്തീകരിച്ചതിൻ്റെ ആ സമയത്ത് തന്നെ ആണ് ഈ പൂമാലിക പുരസ്കാരം എന്തോ ഒരു ദൈവിക കടാക്ഷം കൊണ്ട് എന്നിലേക്ക് വന്നു ചേർന്നത്. അത് എൻ്റെ എല്ലാ വർഷവും ഞാൻ പൂരക്കളി മറത്തുകളി കഴിഞ്ഞ സമയത്ത് ആ കഴിഞ്ഞപാട് തന്നെ മൂകാംബിക ദേവിയുടെ സന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഈ പൂമാലിക പുരസ്കാരവും അതോടൊപ്പം തന്നെ ഈ മൂകാംബിക ക്ഷേത്രത്തിൽ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചടങ്ങ്, ഒരു പരിപാടി അവിടെ നടത്തി. അവിടുന്ന് കിട്ടുന്നത് തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. KV ശാന്തയാണ് ഭാര്യ. രസ്ന, ശ്രീഹരി താജ് എന്നിവർ മക്കളാണ്. നവരാത്രി ആഘോഷത്തിൻ്റെ ആദ്യ ദിനമായ സെപ്റ്റംബർ 22 കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ കുട്ടമത്ത് സാംസ്കൃതിക കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചടങ്ങിൽ പൂമാലിക പുരസ്കാരം ഏറ്റുവാങ്ങും. തുടർന്ന് തൃക്കരിപ്പൂർ കുന്നച്ചേരി പൂമാല ഭഗവതി ക്ഷേത്ര പൂരക്കളി സംഘത്തിൻ്റെയും കയ്യൂർ മുണ്ട്യ പൂരക്കളി സംഘത്തിൻ്റെയും പൂരക്കളി അരങ്ങേറും. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മാവുങ്കാൽ കല്യാൺ റോഡ് ശ്രീ മാരിയമ്മ ക്ഷേത്ര നവരാത്രി പൂജാ മഹോത്സവം സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 വരെ ഫണ്ട് ഉദ്ഘാടനം നടന്നു. പച്ചക്കറി സൺസ് ഉടമ ഗുരുദത്ത് പൈ സംഘാടക സമിതി ചെയർമാൻ VB സത്യനാഥിന് ഫണ്ട് കൈമാറിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. 2025 സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 വരെ നടക്കുന്ന മാവുങ്കാൽ കല്യാൺ റോഡ് ശ്രീ മാരിയമ്മ ക്ഷേത്ര നവരാത്രി പൂജാ മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന ഫണ്ട് ഉദ്ഘാടനം പച്ചക്കറി സൺസ് ഉടമ ഗുരുദത്ത് പൈ സംഘാടക സമിതി ചെയർമാൻ VB സത്യനാഥിന് കൈമാറി നിർവഹിച്ചു. ഇവിടെ രാവിലെ ഗണപതി ഹോമം, പിന്നെ 9 മണിക്ക് കുലപത്തൽ ചടങ്ങ്, പിന്നെ 30 ചൊവ്വാഴ്ച 5 മണിക്ക് നട തുറക്കൽ, 7 പ്രഭാത പൂജ, 11 മാരിയമ്മ ഭജന സമിതിയുടെ ഭജന, 1 മണിക്ക് അന്നദാനം, പിന്നെ 5 മണിക്ക് നട തുറക്കുന്നു, 6:30 ദീപാലങ്കാരം, 7 മണിക്ക് മഹാപൂജ, പിന്നെ 8 മണിക്ക് കുട്ടികളുടെ കലാപരിപാടികൾ വെച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ 1-ാം തീയതി ബുധനാഴ്ച മഹാനവമി ദിവസം നട തുറക്കൽ, 7 മണിക്ക് സാധാരണ ഇല്ലപ്പോൾ തന്നെ പ്രഭാത പൂജ, പിന്നെ 9 മണിക്ക് വാഹന പൂജ നിശ്ചയിച്ചിട്ടുണ്ട്. പിന്നെ 11 മണിക്ക് സൗപർണിക അവതരിപ്പിക്കുന്ന ഭജന സങ്കീർത്തനമുണ്ട്, 1 മണിക്ക് അന്നദാനം, 5 മണിക്ക് നട തുറക്കൽ, 7 മണിക്ക് മഹാപൂജ, 7:30 ഭജന, 9 മണിക്ക് കോഴിക്കോട് മില്ലേനിയം സ്റ്റാർ ഗാനമേളയാണ്. ആഘോഷ കമ്മിറ്റി ട്രഷറർ വിനോദ് കുമാർ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ബാലൻ, നാരായണൻ M, രാജീവൻ കാനത്തിൽ, രാജീവൻ പൂജാരി, സുധീഷ് S, CH അനി, MB നാരായണൻ എന്നിവർ സംബന്ധിച്ചു. സെപ്റ്റംബർ 23 കുലകൊത്തൽ, സെപ്റ്റംബർ 30 മാരിയമ്മ ഭജന സമിതിയുടെ ഭജന, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, ഭൗന സങ്കീർത്തനം, മഹാപൂജ, ഒക്ടോബർ 1 കരിങ്കാല സ്വരൂപനായ ഗുളികരാജന്റെ പുറപ്പാട്, ഒക്ടോബർ 2 കോഴിക്കോട് മില്ലനിയം സ്റ്റാർ അവതരിപ്പിക്കുന്ന ഗാനമേള എന്നിവ നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയ ഹൈസ്കൂൾ 1973-74 വർഷ SSLC ബാച്ച് സ്നേഹസംഗമം പരിപാടി സംഘടിപ്പിച്ചു. പെരിയ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് പരിപാടി നടന്നത്. പെരിയ ഗവൺമെന്റ് ഹൈസ്കൂൾ 1973-74 വർഷ 10ാം ക്ലാസ് കൂട്ടായ്മ സ്നേഹസംഗമ പരിപാടി സംഘടിപ്പിച്ചു. പെരിയ കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന സ്നേഹസംഗമത്തിൽ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച 50 അംഗങ്ങൾ പങ്കെടുത്തു. അന്നത്തെ അധ്യാപകരായ PK കുമാരൻ നായർ, A കമാരൻ നായർ, AP ശങ്കരൻ എബ്രാന്തിരി, P കരുണാകരൻ നായർ എന്നിവർ ഭദ്രദീപം കൊളുത്തി സംഗമം ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മയുടെ പ്രസിഡന്റ് P കുമാരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അറിയാതെ ഒരു 51 വർഷം പിറകിലേക്ക് പോയി. ചെറുപ്പം 15-16 വയസ്സിലേക്ക്
ഇപ്പോൾ നമുക്ക് 67-68 വയസ്സ് ആണെങ്കിൽ പോലും അറിയാതെ ഒന്ന് 16ാമത്തെ വയസ്സിലെത്തിച്ചു. അന്നുള്ള ആ ഓർമ്മകളും പ്രാർത്ഥന ചെല്ലുന്ന കുട്ടികളും അതേപോലെ ദേശീയഗാനം ചെല്ലുന്നവരെയൊക്കെ ഒരു നിമിഷം ഓർത്തുപോയി. അതുതന്നെയാണ് നമ്മുടെ ഈ സംഗമം കൊണ്ടും ഒന്ന് ഉദ്ദേശിച്ചത്. നമുക്ക് എല്ലാവരെയും ഒന്ന് കാണാനും കഴിഞ്ഞ കാല കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കാനും ഉള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത്. പൂർവ്വകാല അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങ് ഏറെ ഹൃദ്യമായിരുന്നു. അധ്യാപകരുടെ അനുഗ്രഹ പ്രഭാഷണവും സാന്നിധ്യവും പഴയ സ്കൂൾ ജീവിതത്തെ ഒരിക്കൽ കൂടി ആസ്വദിക്കാനുള്ള അനുഭവമായി മാറി. പങ്കെടുത്ത മുഴുവൻ പേർക്കും വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. ആർ മാധവൻ, വി കുമാരൻ, കെ കുമാരൻ, എം രവീന്ദ്രൻ നമ്പ്യാർ, നളിനി കെ ബി സുബ്രഹ്മണ്യൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിയ. ബേക്കൽ കടൽ തീരം ശുചീകരിച്ച് കേരള കേന്ദ്ര സർവകലാശാല വിദ്യാർത്ഥികൾ നീക്കിയത് 1 ടൺ മാലിന്യം. ലോക തീരദേശ ശുചീകരണ ദിനത്തോടനുബന്ധിച്ചാണ് ബീച്ച് ശുചീകരണം നടത്തിയത്. ലോക തീരദേശ ശുചീകരണ ദിനാചരണത്തോടനുബന്ധിച്ച് ബേക്കൽ കടൽ തീരം വൃത്തിയാക്കി കേരള കേന്ദ്ര സർവകലാശാല വിദ്യാർത്ഥികൾ സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ എന്ന സന്ദേശവുമായി കേന്ദ്ര ഭൗമ ശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ സെന്റർ ഫോർ കോസ്റ്റൽ റിസർച്ചിന്റെ സഹകരണത്തോടെ സർവകലാശാലയിലെ NSS യൂണിറ്റാണ് പരിപാടി നടത്തിയത്. ബേക്കൽ റിസോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, BRDC, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, പെരിയടുക്ക MP ഇന്റർനാഷണൽ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരും ശുചീകരണ യജ്ഞത്തിൽ കൈകോർത്തതോടെ നീക്കം ചെയ്തത് 1 ടൺ മാലിന്യം. ഇതിൽ 368 കിലോഗ്രാം പ്ലാസ്റ്റിക് മാലിന്യമാണ്. പേപ്പർ, ഗ്ലാസ്, മെറ്റൽ, തുണി, റബ്ബർ മാലിന്യങ്ങളാണ് മറ്റുള്ളവ. കടൽത്തീരത്ത് ചിതറിക്കിടന്ന പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ മണിക്കൂറുകളോളം എടുത്താണ് ശേഖരിച്ചത്. പിന്നീട് ഇവ തരംതിരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് മഹയൂബ ഇക്കോ സൊല്യൂഷൻസിനെ കൈമാറി. വിദ്യാർത്ഥികൾ കടൽത്തീര ശുചീകരണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന മണൽ ശില്പവും ഒരുക്കി. വൈസ് ചാൻസലർ പ്രൊഫസർ സിദ്ധു P. അൽഗൂർ ഉദ്ഘാടനം ചെയ്തു. To be a part of this event, which is organized in order to not only cleaning is one day activity, that is how I perceive it. It is more about the awareness. Our role is not on 1 September each or the various organizations come and clean the coast. That can happen. But that doesn't give the sustained effort to maintain the coastal very cleanly. I consider that our role is more on creating the awareness amongst all the stakeholders, more importantly to the today's younger generation. കടൽത്തീര സംരക്ഷണത്തിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ശുചീകരണവും ബോധവൽക്കരണവും തുടരണമെന്നാവശ്യപ്പെട്ടു. BRDC മാനേജിംഗ് ഡയറക്ടർ ഷിജിൻ പറമ്പത്ത് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്റ്റുഡൻസ് വെൽഫെയർ ടീം പ്രൊഫസർ രാജേന്ദ്ര പിലാങ്കട്ട, മഹയൂബ ഇക്കോ സൊല്യൂഷൻസ് മാനേജിംഗ് ഡയറക്ടർ കുഞ്ഞബ്ദുള്ള, ബേക്കൽ ബീച്ച് പാർക്ക് ഡയറക്ടർ മുഹമ്മദ് അനസ്, NSS കോർഡിനേറ്റർ ഡോക്ടർ S. അൻവഴകി, ടെക്നിക്കൽ ഓഫീസർ ഡോക്ടർ V. സുധീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 16 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ 7 പേരെ ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റുള്ള 6 പേർക്കായി തിരച്ചിൽ ഊർജിതം.
പഞ്ചായത്ത് തലങ്ങളിൽ BMS പദയാത്ര നടത്തും. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ തൊഴിലാളി മുന്നേറ്റം എന്ന മുദ്രാവാക്യവുമായാണ് പദയാത്ര. ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് തുടങ്ങി. തൃക്കരിപ്പൂർ നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് ടർഫിലാണ് മത്സരങ്ങൾ. AKPA സ്ഥാപക ദിനം. ഫോട്ടോഗ്രാഫി അനുബന്ധ മേഖലയിൽ 40 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന അംഗങ്ങളെ ആദരിച്ചു. KSSPA-യുടെ നേതൃത്വത്തിൽ വരവേൽപ്പും അനുമോദന പരിപാടിയും സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് PP കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. സാവിത്രി കോട്ടവളപ്പിനുള്ള പുതിയ വീടായ അമ്മ ഭവന്റെ താക്കോൽദാനം നടന്നു. അമ്മ ഭാരത് ചാരിറ്റി ഫൗണ്ടേഷനാണ് വീട് നിർമ്മിച്ച് നൽകിയത്. അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. മൊഗ്രാൽ ദേശീയവേദി സെമിനാർ സംഘടിപ്പിച്ചു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.